Watch full episodes on Jio Hotstar. അടിപൊളി പത്ലു ഈ കാറിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ ആകെ ഒന്ന് ഫ്രഷ് ആകും അല്ലേ? സൂപ്പർ ആയിരിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ലോഡ് ചെയ്ത് എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ അവന് വിശക്കാൻ തുടങ്ങും. അവന് വിശക്കാൻ തുടങ്ങിയ ഇവിടെ വന്ന് നമ്മുടെ തീ കാടൻ നശിപ്പിച്ച് കളയും. അതെ ചേട്ടാ, ചേട്ടൻ എന്താണ് ഈ പറഞ്ഞത്? ആരാണ് ഈ ടീ ഗാർഡൻ നശിപ്പിക്കാൻ വരുന്നെന്ന് പറഞ്ഞത്? ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്? ഈ ട്രക്ക് മുഴുവൻ ടീ കയറ്റിയിട്ട് എങ്ങോട്ടാണ് ഈ വിട്ടത്? എന്താണ് ഈ നടക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ അവിടെ പുതിയതാ, നിങ്ങൾക്കൊന്നും അറിയില്ല. അതൊരു IT മാനാ. അയാൾക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാ. പിന്നെ അയാൾക്ക് വിശക്കുമ്പോ അയാൾ ഇവിടെ വന്നിട്ട് മുഴുവൻ ടീ ഗാർഡൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ ടീ ഗാർഡൻ യൂണിയൻകാർ ഈ കാര്യം ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ എല്ലാരും ടീ ഗാർഡൻ ഓണേഴ്സ് സീസൺ സമയത്ത് 1.5 വിട്ട ദിവസങ്ങളിൽ ഓരോ ട്രക്ക് തേയില വീതം ഞങ്ങൾ അവൻ അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവനിങ്ങോട്ട് വരുവുമില്ല, ഞങ്ങളുടെ ടീ ഗാർഡൻ നഷ്ടപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോ അവന്റെ ഈ ജോലിയും നടക്കും, ഞങ്ങളുടെ ടീ ഗാർഡനും സേഫ് ആയിരിക്കും. അല്ല ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുവോ? ഇതൊക്കെ ശരിക്കും ഒരു സിനിമ കഥ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ടീമാരൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ താങ്കൾക്ക് തെളിയിച്ചു തരാം. പൊളിച്ചെടുത്തല്ല. അയാള് പറഞ്ഞ ടീമാൻ ശരിക്കും ഉണ്ടാവോ? താനെന്താ പേടിച്ചു പോയോ? സൂക്ഷിച്ച്. അയ്യോ, ഇതാരാണ്? പിടിച്ചേട്ടാ. അല്ല, ഈ മോട്ടു എവിടേക്കാ പോയത്? മോട്ടു മോട്ടു, നീ ഇത് എവിടേക്കാ പോയത്? എന്താ? എന്നെ ഒരുപാട് തല്ലി, അർജം പുറജം തല്ലി. അവരെന്നെ ഒരുപാട് തല്ലി. മിണ്ടരുത് പറഞ്ഞിട്ടാണ് തല്ലിക്കൊണ്ടിരുന്നത്. എന്റെ മോട്ടു, നീ എന്തൊക്കെയാ പറയുന്നത്? എന്താണെന്ന് അറിയാമോ പതലു? പൊളിച്ചെടുത്തല്ലോ. എന്റെ മോട്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും തല്ലിയോ? നിനക്ക് ചെലപ്പോ തോന്നിയതായിരിക്കട്ടാ. നീയും ഇവിടുത്തെ ജനങ്ങളെ പോലെ പേടിച്ചതായിരിക്കും. അത് നിന്നെ അടിച്ചാൽ മാത്രമേ നിനക്ക് അറിയാൻ പറ്റുള്ളൂ. വീണ്ടും ഞാൻ ആ ടീമിനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോന്ന് നമുക്ക് നോക്കിയേ പറ്റൂ. വേഗം വരൂ, നമുക്ക് പോയി നോക്കാം. പോകണോ? പൊളിച്ചെടുത്തല്ലോ മമ്മി. അതെ, ഈ കസിഡാണ് എങ്ങോട്ടാണ് ഈ പോയത്? പൊളിച്ചെടുത്തല്ല. ഒന്നും മിണ്ടല്ലെന്ന് പറഞ്ഞ് തല്ലി ചതച്ചു എന്നെ. എനിക്ക് വയ്യ. എന്റെ അമ്മോ, എന്താ അവൻ നിന്നെയും തല്ലിയോ? അതെ, ആദ്യം എന്നോട് മിണ്ടല്ലേന്ന് പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ എന്നെ തല്ലി. ഇപ്പൊ തനിക്ക് മനസ്സിലായോ അവൻ എങ്ങനെയാ അടിക്കുന്നതെന്ന്? അപ്പൊ തീർച്ചയായിട്ടും അവനൊരു കുറ്റവാളിയാണ്. ഒരു കുഴപ്പമില്ല, അവനെ നമ്മളൊരു പാഠം പഠിപ്പിക്കാം. ഇവിടെ വാ. എന്തു പറ്റി? നിനക്ക് അവന്മാരെ പേടിപ്പിക്കാൻ പറ്റിയോ ഇല്ലയോ? അല്ല ബോസ്, അവർ 5 പേരും ഒട്ടും ഭയപ്പെടുന്നില്ലെന്നേ. ഇതുപോലെയാണെങ്കിൽ നമ്മൾക്കൊരു വിലയുണ്ടാവില്ല. തനിക്ക് തടിയുമ്പോ കൊണ്ടായിട്ട് കാര്യമില്ല. നല്ല ധൈര്യത്തോടെ ചെന്ന് പേടിപ്പിക്കാവന്മാരെ. അവന്മാര് പേടിച്ച് ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ഇനി അഥവാ അവന്മാര് പേടിച്ചില്ലെങ്കിൽ പിന്നെ ആരും നാളെ പേടിക്കാൻ പോകുന്നില്ല. ഓക്കെ ബോസ്. ചേടാ എന്റെ ചങ്കേന്റെ ബ്രോ, മോട്ടുവിന്റെ ധൈര്യം ഫെയിൽ ആയിരിക്കുന്നു. ഗസിറ്റാറാമന്റെ 20 കൊല്ലത്തെ അനുഭവം ഫെയിൽ ആയിരിക്കുന്നു. ഇനിയിപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം തോന്നുന്നു.
ദേ കണ്ടില്ലേ, ഇതിന്റെ പേരാണ് സ്ലീപ്പിംഗ് ഗൺ. ഇത് വെച്ച് ഞാൻ ആരെ ഷൂട്ട് ചെയ്താലും അവർ ഉറങ്ങിപ്പോവും. അതിനുശേഷം നിങ്ങൾക്ക് അവരെ കെട്ടിയിട്ട് പോലീസിനെ കയ്യിൽ ഏൽപ്പിക്കാമല്ലോ. ഓക്കെ, ഞാൻ എന്നാ പുറപ്പെടുകയാണ്. അവനെ പിടിച്ചിട്ട് വരാം. അവന്റെ കഥ ഇന്ന് തീർക്കും ഞാൻ. All the best, വലിയേട്ടാ. അവനെന്ന് എവിടെ പോയി? ഇത്രയും പെട്ടെന്ന് എങ്ങോട്ട് എസ്കേപ്പ് ആയത്? എന്തായോ വായടയ്ക്കാൻ പറയുന്നത്? വലിയേട്ടാ, ഞാൻ ഇവനെ വെറുതെ വിടില്ല. മോട്ടു, ഞാൻ അടുത്തുള്ള കടയിൽ പോയി സമൂസ വാങ്ങിയിട്ട് വരാം. അതുവരെ നീ എൻഗേജ് ആയിരുന്നോ? ഓക്കെ ഓക്കെ. മോട്ടു, സോറി. ഇവൻ എന്താ എങ്ങനെ കിടക്കുന്നേ? അവനെങ്ങോട്ട് പോയി? ഓടിപ്പോയോ? പത്തുലു, അത് ആ ട്രക്ക് തന്നെയാണ്. അതിനകത്ത് ആ തേയിലേക്ക് നിറച്ചിട്ട് അത് ആ ടീമാരെ അയച്ചു കൊടുക്കാണ് അവര്. വരൂ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. എന്നിട്ട് ആ ടീമാർ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പോകാം. ആ ടീമിന് ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയേക്കാം. കഴിഞ്ഞു. ഇത്രയും പെട്ടെന്ന് എല്ലാ ഇലയും കഴിച്ചു കഴിഞ്ഞോ? ശരി, ഞാൻ പോവുക. അത് ശരി, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ നടക്കുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ ട്രക്ക് ഒരു പൊസിഷനിൽ നിർത്തുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോ ആ ടീമാൻ ഇല കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. സത്യം എന്താന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അതിനുള്ള പണി നോക്കാം. എന്നാ തുടങ്ങിക്കോ. മോട്ടു, ഈ സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. വെരി ഗുഡ് മോട്ടു. അല്ല, ഇവനെ ആരാ തല്ലിയേ? ഞാനാണ് തല്ലിയത്. ഓ, അപ്പൊ നിങ്ങൾ ഇവിടെ തേയില മൊത്തം കണ്ടെയ്നറിനകത്ത് ശേഖരിക്കുകയായിരുന്നു അല്ലേ? പെട്ടെന്ന് പറ, ഇവിടെ എന്താ ഈ നടക്കുന്നത്? അതിപ്പോ നിങ്ങൾ ടീമാനോട് ചോദിച്ചാ മതി എന്താ ഈ നടക്കണേന്ന്. അത് ശരി, അങ്ങനെയാണോ? എങ്കിൽ ടീമാൻ ഇങ്ങോട്ട് വരൂ. ഓയ്, ശബ്ദം ഉണ്ടാക്കി പോയേക്കരുത്. പിടിച്ചോ, ഇത് മതി. അല്ല, ഇയാള് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണല്ലോ. നമ്മുടെ ടീമാനെ ഇടിച്ച് ചമ്മന്തി ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഒന്ന് നിർത്തോ, വെറുതെ ഇനി പറഞ്ഞ് എത്ര പ്രാവശ്യം അടിക്കുക. ഇപ്പൊ പറയൂ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ആൾക്കാരെ പേടിപ്പിച്ച് ചുളിവിൽ ഇങ്ങനെ തേയിലകൾ ടീ ഗാർഡൻകാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ഓടിക്കുമായിരുന്നു. ഇതുവരെ നന്നായിട്ട് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു.
ഇവന്മാരെ പിടിച്ച് നല്ല തല്ല് തല്ലണം. എത്ര നാളായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നറിയോ? അതെ, നിങ്ങൾ ഇവരെ തല്ലുവോ ചവിട്ടുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങള് പോവാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഞങ്ങളെ ഒത്തിരി അധികം സഹായിച്ചിരിക്കുന്നു. നിങ്ങള് സുഖമായിട്ട് ഇവിടെയൊക്കെ നടന്ന് കണ്ടോളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് പറയാൻ മടിക്കണ്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവുകയാണ്. ഇതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് ഞങ്ങളുടെ ആവശ്യം ഉണ്ടാകുമല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.